നടൻ ദിലീപിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകൾ വൈറലാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായ ദേവയെക്കുറിച്ച് തന്നെയാണ്. മകളിപ്പോൾ ബാംഗ്ലൂർ നിഫ്റ്റിലാണ്. അവിടെ പഠിക്കുകയും അതേസമയം അവിടെ ചെറിയ ജോലിയും ചെയ്യുന്നുണ്ട്. മകളാണ് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. മകളുമായിട്ടാണ് എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കാറുള്ളത്. മകളോട് തന്നെയായിരിക്കണം അച്ഛൻ എപ്പോഴും സ്നേഹം. കാരണം ഒരച്ഛൻ മകൾ കോമ്പോ അതെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. മകളുമായി അടുപ്പമുള്ള വ്യക്തിയാണ് ദിലീപ് എന്ന് എല്ലാവർക്കും അറിയാം. മകളെ തന്നെ അദ്ദേഹം കുറേയധികം തവണ വിളിച്ചിട്ടുണ്ടാകും. മകളോട് പോലും അത് പറഞ്ഞിട്ടുണ്ടാകില്ല. അവസാനം ഫോൺ ചെയ്ത സമയത്തൊക്കെ തന്നെയും നന്നായി പഠിക്കണമെന്നും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വെച്ചു. വളരെ കാഷ്വലായാണ് അച്ഛൻ സംസാരിച്ചതെന്നാണ് മകൾ പറഞ്ഞത്. മകൾക്കത് താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയിലാണ് നിൽക്കുന്നതെന്ന് പറയാം. ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി എന്നാണ് മകൾ പറയുന്നത്. വല്ലാത്തൊരു വിങ്ങലാണ് മനസ്സിൽ. എന്തിനെക്കുറിച്ചാണ് ആ പറയുന്നതെന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. അച്ഛൻ്റെ വാർത്ത അറിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഞെട്ടലായിരുന്നു. ഇത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നാണ് ഞാൻ ആലോചിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെ ഇത് നടക്കും? അതിന് സാധിക്കില്ല. അച്ഛന് ഞങ്ങളെ വിട്ട് പോകാനാകില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞേനെ. ഇതാണ് മകൾക്ക് പറയാനുള്ളത്. എന്നാൽ മക്കളോട് പോലും പറയാൻ പറ്റാത്തത്ര വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ട് പോയതെന്ന് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നുണ്ട്. മകൾക്കും കുടുംബത്തിനും ഇത് താങ്ങാനുള്ള കരുത്ത് ഈശ്വരൻ തരട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളതെന്ന അതുപോലെ ആരാധകർ മറുപടിയായി പറയുന്നുണ്ട്. ആരാധകരുടെ വാക്കുകൾ ഒന്നും തന്നെ കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ സുമയും ദേവയും മകനും ഉള്ളത്. എല്ലാവർക്കും വേദനയാണ്. അവരെ വിട്ട് അവരുടെ അച്ഛൻ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഒരിക്കലും കരുതിയില്ല. അതും അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയിലൂടെ. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പോകില്ല എന്നാണ് അവരെപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ പ്രാഥമിക നിഗമനത്തിൽ അതൊരു ആത്മഹത്യയായിട്ട് തന്നെയാണ് അറിയുന്നത്. അതുതന്നെയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അവരെ മാത്രമല്ല, അവരുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പോലും അത് ഞെട്ടിക്കുന്നു. കാരണം അദ്ദേഹം ഒരിക്കലും അത് ചെയ്യുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും അതിനെ ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനേ അദ്ദേഹം ശ്രമിക്കുമായിരുന്നുള്ളൂ. ഒരിക്കലും അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകില്ല. അത്തരം രീതിയിലേക്ക് അദ്ദേഹം പോകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും. പക്ഷേ ആത്മഹത്യ എന്നത് തന്നെയാണ് പ്രാഥമിക നിഗമനം. മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അതിലൊന്നും യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ കരൾ രോഗം മൂർച്ഛിച്ചത് അവസാനം പ്രശ്നമായി എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ തന്നെയും അവസാനം എന്ത് തന്നെയായാലും അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറിയാൻ സാധിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ തന്നെ മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മറ്റുള്ളവരെയും അറിയിക്കുകയും ചെയ്യും. അതിലൂടെ തന്നെ എന്താണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാകും. ഇപ്പോൾ വലിയ ദുരൂഹതയോ സംശയങ്ങളോ ഒന്നുമില്ല. 2 ദിവസമായി തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ദേഹാസ്വസ്ഥ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നേരത്തെ ഷൂട്ടിംഗ് തീർത്ത് അദ്ദേഹത്തിന് 2 ദിവസം മുമ്പ് അദ്ദേഹം താമസിക്കുന്നിടത്താക്കിയതെന്ന് അധികൃതർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.